ഓൾ സെറ്റായി. നമ്മൾ ഈ വഴി ഒന്ന് കയറി നോക്കാൻ പോകണം എന്താണെന്നുള്ള സ്റ്റെപ്പ്. ചിലപ്പോൾ ഒരു പക്ഷേ ഈ എസ്റ്റേറ്റിൻ്റെ പഴയ എന്തെങ്കിലും പൊളിഞ്ഞ് നടക്കുന്ന ബിൽഡിംഗ് ആവാം. കയറിയിട്ടുണ്ടെന്ന് കാട്ടുപോത്തൊക്കെ പോണ വഴിയാണ്. പിന്നെ നല്ല ക്ലിയർ വേ ഉണ്ട്. കാട്ടുപോത്തൊക്കെ പോണ വഴിയാണ് കേട്ടോ. അവിടെ ഒരു ആരോ മാർക്ക് ഇട്ടിട്ടുണ്ട് സ്ട്രൈറ്റ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെയൊക്കെ ആറോ മാർക്ക് ഇട്ടിട്ടുണ്ട് കയറി പോണ വഴിക്ക്. പിന്നെ അതേപോലെ വഴി കംപ്ലീറ്റ് കരിങ്കല്ലിട്ട ഒരു വഴിയാണ്. ഇത് തന്നെയാണെന്ന് തോന്നുന്നത്. നമുക്കിരുന്ന് കാണാം ഹൈറ്റ്. അപ്പോൾ നല്ല സ്റ്റീപ്പിലോട്ടാണ് എനിക്ക് കയറാൻ പോകുന്നത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ഗാഡ്ജറ്റ്സും എടുത്താന്ന് ഒരിക്കൽ കൂടി ചെക്ക് ചെയ്യുക വണ്ടിയിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് കയറുമ്പോൾ. ഇവിടെ കംപ്ലീറ്റ് ആരോ മാർക്ക് ചെയ്തിട്ടുണ്ട് കണ്ട. അപ്പോൾ റൂട്ട് ഇവിടം വരെയൊക്കെ വന്നെയാണ്. അല്ലെങ്കിൽ അതിലേക്ക് അത്ര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരാണെങ്കിൽ ഈ റൂട്ട് ഫോളോ ചെയ്യുക. പിന്നെ ഈ കരിങ്കല്ലിട്ടേക്കണ അത് അങ്ങോട്ട് മാത്രമാണ്. എൻ്റെ പൊന്നോ, ആ വ്യൂ നോക്കിയ സ്റ്റെപ്പുകൾ ഇങ്ങനെ വേ ടു ഹെവൻ. വെറുതെ ആവൂലെന്ന് മനസ്സ് പറയണം. ഇത്രയും കയറ്റും ഇത്ര ഓഫ് റോഡൊക്കെ കയറി വന്നത്. ഇപ്പം നേരം നല്ല തിക്കായിരുന്നത് കൊണ്ട് നമുക്ക് ലൈറ്റ് ഉള്ളിലോട്ട് കയറണ്ടായില്ല. അത്രയും ഡാർക്കായിരുന്നു ലൈറ്റ്. അടിപൊളി. ഇപ്പം സമയം 4:31. ഇരുട്ടാവണേക്കാൾ മുമ്പ് എന്തായാലും മസ്റ്റായിട്ട് ഇറങ്ങണം. കാരണം ഇത് കാടാണ്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ഉണ്ടോ ഇവിടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഉള്ളിലൊരു ഇതുണ്ടായിരുന്നു. കാരണം ഈ പേര് മാത്രം നമുക്ക് കേട്ടിട്ടുള്ളൂ. ഇവിടെ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു കാഴ്ചയായിരിക്കും, ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഒന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇതേ നമ്മൾ വന്ന വഴിയാണ് ആ എസ്റ്റേറ്റിൽ കൂടെ. അവിടെ നിന്ന് അങ്ങനെ ഈ കാണുന്ന 2 മലകളുടെ ഇടയിൽ കൂടെ വന്ന് ഇങ്ങനെ ഓഫ് റോഡ് കയറി. ഒരു റൂട്ടും ഇല്ല, ആരും ഗൈഡ് ചെയ്തില്ല. ഇവിടെ വന്ന വഴി, പിന്നെ വന്ന വഴിക്ക് ഈ സ്ഥലത്തോട്ടുള്ള ഡയറക്ഷൻ. എന്നിട്ടും കയറി വന്നപ്പോൾ ഡൗട്ടായിരുന്നു. എന്നാലും കറക്റ്റ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതാണ് നമ്മൾ എത്ര ഹാർഡായിട്ട് എത്ര ഒരു ഹാർഡ് ട്രക്ക് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ മേളിൽ എത്തുമ്പോഴുള്ളൊരു വ്യൂ എന്ന് പറയില്ലേ. ഇതിപ്പോൾ മേളിൽ എത്തിയിട്ടില്ല, ഇതിലോട്ട് എത്താൻ പോകുന്നുള്ളൂ. ഇനി ഒരു ബ്ലാക്ക് ഈഗിൾ അവിടെ പറക്കുന്നുണ്ട്. നല്ല സൈസ് വരുന്ന അടിപൊളി കേട്ടോ. ഇപ്പോൾ ഒരു സൺസെറ്റിൻ്റെ ടൈം ആയിക്കൊണ്ടിരിക്കണേന്. നമുക്ക് സൺസെറ്റിന് മുമ്പായിട്ട് തന്നെ താഴത്തോട്ട് ഇറങ്ങണം. ഇവിടെ പിന്നെ മിസ്റ്റ് മൂടി കിടക്കുന്നുണ്ട്. ഒരു ഡാമും കാണാം കേട്ടോ. ഒരു ഡാം കാണുന്നുണ്ട്. കുറച്ചും കൂടിയും ഒരു യെല്ലോയിഷ് കളർ കയറുന്നല്ലേ, കംപ്ലീറ്റ് ബ്യൂട്ടി ഒന്ന് മാറും. ആ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആ ഗോൾഡൻ കളറും. ഇപ്പം തന്നെ ഒരു ചെറിയ ഒരു ഓറഞ്ചിഷ് കളറുണ്ട്.
വെൽക്കം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആറോമാർക്ക് വീണ്ടും ഇട്ടിട്ടുണ്ട്. ഗൈഡ് ചെയ്യാൻ ആരും ഇല്ലാത്തത് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം, റൂട്ട് തെറ്റൂല വന്നൊരിക്കേണ്ടത്. ഇവിടെ നീലക്കുറിഞ്ഞി ചെടിയുണ്ട്, പൂവില്ല, നീലക്കുറിഞ്ഞിയുടെ ചെടിയുണ്ട്. ഈ കാണുന്നതൊക്കെ നീലക്കുറിഞ്ഞിയുടെ ചെടിയാണ്. ഇതൊക്കെ ഓഹോ അടിപൊളി. നമ്മ അങ്ങനെ എത്തിയേട്ടാ, സ്പോട്ടിലെത്തി. ആ ബിൽഡിങ്, ആ റൗണ്ട് നമ്മ താഴത്തുനിന്ന് കണ്ട സ്ഥലമെത്തി. അടിപൊളി, ഒരു രക്ഷയില്ലാത്ത ഹൈക്കായിരുന്നേട്ടാ. ഇന്നത്തെ ദിവസം വെറുതെ പൊളിയാണ്. ഇത്ര എക്സ്പീരിയൻസ് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓഫ് റോഡും കിട്ടി, ഹൈക്കിങ്ങും കിട്ടി. ഇനി അങ്ങോട്ട് പോവാം, അവിടെ പോയിട്ട് എന്താന്ന് നോക്കാം. അപ്പൊ പക്കാസുറ മലയുടെ മേളിലെ വാച്ച് ടവറിലോട്ട് കാല് വെച്ച് കയറുന്നതാണ്. അങ്ങനെ വലിയ കാല് വെച്ച്. ഓ മാൻ, ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടാ. എന്റെ പൊന്നോ, ഇവിടെ ഒരു ദിവസം വന്ന് സ്റ്റേ ചെയ്യേണ്ടതാണ് കേട്ടാ. ഇവിടെ നമുക്ക് ഈ കംപ്ലീറ്റ് നീലഗിരി മൊത്തം കാണാട്ടാ. എന്തോരം സ്ഥലങ്ങളാണ് നമ്മ ഇങ്ങനെ കാണാൻ കിടക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ തോന്നുന്നത് ഇവിടെ ഒരു ദിവസം വന്ന് ടെന്റ് ക്യാമ്പ് ചെയ്യണമെന്നുള്ളതാണ്. ഞാനിങ്ങനെ ആഗ്രഹത്തിൽ പലതും പറയും. നിങ്ങത് കണ്ട് കേൾക്കാനും ചെയ്യാനും നിൽക്കണ്ട. ഇവിടെ വൈൽഡ് ആനിമൽസ് ഉള്ളതല്ലോ. കാരണം ഇവിടെയൊക്കെ വരുമ്പോ ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ആണ്. അടിപൊളി ദിവസം ഇന്ന്. ഇവിടുന്ന് ഒരു പകുതി സൺസെറ്റ് കണ്ടു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നത്. കാരണം എനിക്ക് ആ ഗോൾഡിഷ് കളറ് എനിക്ക് ഇവിടെ നിന്ന് ഈ ഒരു വ്യൂവിൽ നിന്ന് കാണണം. ഒരു കുറച്ചും കൂടി ഇവിടെ നിന്നല്ലെങ്കിൽ ജസ്റ്റ് ആ താഴത്തെ പാറയണം. എനിക്ക് തോന്നുന്നു ഈ കംപ്ലീറ്റ് ഏരിയയിൽ ഏറ്റവും ഹൈറ്റിൽ നിൽക്കണ ഒരു മല ഇതാണ് കേട്ടോ. പിന്നെ ആ ഒരു മലയുണ്ട് അല്ലാതെ, പക്ഷെ ആൾക്കാർക്ക് ആക്സസ് ഉള്ളത് ഈ ഒരു മലയിലോട്ടാണ് തോന്നുന്നത്. അതായത് ഹൈക്ക് ട്രെക്ക് പാത്ത് ഉള്ളത്, ട്രയൽസ് ഉള്ളത് ഇതിലോട്ട് മാത്രം. അതും ഇത് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ചെയ്തിട്ടേക്കണത്. ആ നടക്കണ വഴി മൊത്തം കംപ്ലീറ്റ് അവർ കരിങ്കല്ലിട്ടിട്ട് ഒരു സ്ഥലത്ത് ഒരു കല്ല് പോലും ഇളകിയിട്ടില്ല കേട്ടാ. ഇനി ഇതിന്റെ പുറകിൽ എന്തെങ്കിലും കഥ ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ ഈ സ്ഥലത്തിനെ കുറിച്ച്. കാരണം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട്, അല്ലെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ആൾക്കാർ വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലമാണ്. അത് അതേപോലെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കണ. ഇനിയിപ്പോ ഇവിടെ എന്തായാലും കുറച്ചു നേരം ഇവിടെ വരെ വന്നു കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് സൺസെറ്റ് കാണാന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ആ ക്ലൗഡ്സിന്റെ പുറകിലോട്ട് പുള്ളിക്കാരൻ മായിന് പോയി. എന്തായാലും നമുക്ക് ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് കാടിന്റെ നടുക്ക് കൂടിയാണ് ഈ കയറി ഈ ഹിൽ ടോപ്പിലോട്ട് വന്നത്. അതായത് പക്കാസുറൈ മല, അതാണ് ഈ ഹിൽ ടോപ്പിന്റെ പേര്. ഇപ്പോൾ 5:30 എന്ന് പറയുമ്പോൾ പെട്ടെന്ന്, അല്ലാതെ തന്നെ ലൈറ്റ് ഉള്ള സമയത്ത് തന്നെ റൂട്ടിൽ കൂടെ പോയപ്പോൾ കൂരാക്കൂരി ഇരുട്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും കൂടി പോകുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ലൈറ്റൊക്കെ പോയി ഡാർക്ക് ആയിക്കൊണ്ടിരിക്കണം. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മ ഇറങ്ങണേണ്.
തോന്നണ് ഈ ഒരു ഡാം കണ്ടിട്ട്. മുക്കുരുത്തി നാഷണൽ പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കുണ്ട്. അപ്പോൾ അവിടെ ഒരു ഡാമുണ്ട്. അവിടെ കുറച്ച് റെസ്ട്രിക്റ്റഡ് ആണ് സ്ഥലം. അതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ എന്തായാലും ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. മേളിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ ഡാമിൻ്റെ കംപ്ലീറ്റ് എൻ്റെ ടൗൺ ഇവിടെ നിന്ന് കാണാമല്ലോ. ഒക്കെ മാനത്തോട്ടാ നോക്കിയിരിക്കണം. അങ്ങനെ നമ്മൾ റിട്ടേൺ ജീപ്പ് എത്തി. പിന്നെ ആ മരവും ഉണ്ടായതുകൊണ്ട് കണ്ടാ നമുക്ക് ഈ ഒരു സ്പോട്ട് കണ്ടെത്താൻ പറ്റിയത്. കാരണം ആ ടൈം സ്പെൻഡ് ചെയ്തതിന് തൊട്ട് മുമ്പിലായിട്ടായിരുന്നല്ലോ. ഓക്കെ, സെറ്റ്, ഓൾ സെറ്റ്. ഇവിടെ തന്നെ ഇട്ട് വളച്ച വേറൊന്നുമില്ല. കാരണം ഇവിടെ താഴത്തോട്ട് വഴിയുണ്ട്. പക്ഷേ അവിടെ പോയിട്ട് വളക്കാൻ പറ്റില്ലെങ്കിൽ, കാരണം ഈ നൈറ്റ് ആവും തോറും ഈർപ്പം വരും. പിന്നെ ഉള്ള ഗ്രിപ്പും കൂടിയും പോകും. ഒന്നാമത്തെ ടയർ നമുക്ക് ഒട്ടും ഗ്രിപ്പില്ലാത്തതുകൊണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നിന്നാണെങ്കിൽ കഷ്ടപ്പെട്ടിട്ട് വളച്ചത്. എപ്പോഴും നിങ്ങൾ ഇവിടെ പോകണമെങ്കിലും ഇറക്കത്തിലോട്ട് കഴിവതും പോകാതിരിക്കുക. കാരണം പിന്നീട് കയറി വരാൻ പാടായിരിക്കും. കഴിവതും ഒരു ചെറിയ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഒന്ന് കഷ്ടപ്പെട്ട് വളച്ച് പോകണമെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ അതേപോലെ നമുക്ക് കയറിപ്പോയപ്പോൾ അട്ട നിറയുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ മൂവ് ക്രീം ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. മൂവ് ക്രീം ഉള്ളത് കൊണ്ട് അത് ജസ്റ്റ് സോക്സിൻ്റെ അവിടെ ചുറ്റിനും ഇങ്ങനെ തേച്ച് വെച്ച്. വേറെ ഒന്നുമല്ല, അതിൻ്റെ സ്മെല്ല് കാരണം കയറൂല, അതുകൊണ്ട് കയറിയൂല. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സ്, മീൻസ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെറിയ മൂവ് ക്രീമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കാലിന് ചുറ്റിനും വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഭയങ്കര സ്മെല്ലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. കുറേ അട്ട ബൈറ്റിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ അട്ട കടിച്ചില്ല സത്യം പറയാം. ഇന്നലെ നല്ല അട്ട ബൈറ്റ് കിട്ടി. കാരണം നമ്മൾ സിംതേരിയിൽ പോയപ്പോഴത്തേക്കും ചവറ് പോലെ അട്ടയായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു, നിറയെ അട്ട ഉണ്ടായിരുന്നു. പക്ഷേ ഇത് തേച്ചതുകൊണ്ട് ഓക്കെ ആയി. അപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും വന്നോ ഓഫ് റോഡ് കയറി പോകണേ. നൈറ്റായി, മൃഗങ്ങളൊക്കെ ഇറങ്ങുന്ന സമയമാണ്. നമ്മൾ നേരത്തെ പോകണ വഴിക്ക് കണ്ട ചായക്കട ഇപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഓപ്പൺ ആയിരുന്നു. ഭയങ്കര ടയർഡായതുകൊണ്ട് ചായ കുടിക്കാൻ കയറി. നന്നായി. ഇവിടെ ഒരു ചേട്ടനെ കണ്ട്. അപ്പോൾ അണ്ണൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് അതിൻ്റെ റിയൽ സ്റ്റോറി അണ്ണൻ പറഞ്ഞത്. അതായത് ബക്കാസുര മലയുടെ ഒരു കഥ. അപ്പോൾ അണ്ണ இந்த பேர் எப்படி வந்தது? பக்காசுர மலை. பக்காசுரம் இவங்க தான் முதல்ல ஆண்டது. இந்த காலத்தில் அவங்க தான் ஆண்டு இருக்காங்க. எந்த காலம்? மைசூர் பேலஸில் இருந்து மைசூர்லேருந்து வந்தவங்க தான் அவங்க. அங்கேருந்து வரும்போது மாட்டு வண்டி
மாட்டு வண்டியில தான் வருவாங்க. வந்து லோடுகளை 7 மாட்டு வண்டி வருமாமா, 7 மாட்டு வண்டியில களி எல்லாம் கொண்டு வந்து கொடுத்து சாப்பிட்டு எடுத்துட்டு போவாங்களாம். அப்படியா? ஒரு ஆளுக்கு 7 வண்டி களி. ഓ, ഒരാൾക്ക് 7 വണ്ടി കളി. അപ്പൊ എല്ലാ இந்த കല്ലെല്ലാം ചുമന്നത് മാട് വണ്ടിയിലല്ലേ? மாட்டு வண்டியில வழியெல்லாம் செம்மாயிட்டு இருக்கு இப்பவுமே. அதான் அப்ப நல்லா இருந்தது. இப்பதான் தற்சமயத்துலதான் அந்த பக்கம் இருந்து. ஆனாலும் இப்படி ஒரு மலைக்கு மேல இந்த மாதிரி வழி நான் பார்க்கல இதுக்கு. ஆனா இதே பேலன்ஸ் மைசூர்ல இருக்கும். ஓகே, மைசூர்ல இருக்கும். இதே சுரங்கம் ரயில்வே கேட் இருக்கு பாருங்க, மேட்டுப்பாளையம் ரயில்வே கேட்டு. அதுக்கு இந்த பக்கம் அந்த பாக்கு தோப்புக்கு அந்த பக்கம் இது இருக்கும். சுரங்கம் அங்க போய் சேரும். அப்ப இந்த மலைக்கு உள்ள துறங்கு இருக்கும். ஆமா, மரம் சுரங்கம்னா இது இதுல இறங்கி நம்ம சங்கிலி கட்டி தான் போவாங்க எல்லாம். ஓ, அப்படியா? சங்கிலி கட்டி தான் போவாங்க. ஏன்னா இப்ப எல்லாம் பண்ட காலத்துல இருந்த மாதிரி இப்ப இல்ல, எல்லாம் மாறி போச்சு. അപ്പൊ തുരങ്കം ഉണ്ടായിരുന്നു അല്ലേ? തുരങ്കം വെച്ചത് യാര് அந்த டைம்? இவங்களதான் தோண்டனது. ടിപ്പു സുൽത്താൻ. ஆமா, திப்பு சுல்தான். இங்க இருந்து சுரங்கம் நேரம் மேட்டுப்பாளையம் வரைக்கும் போகும். மேட்டுப்பாளையத்துல இருந்து நடந்து மறுபடியும் அங்க இருந்து சுரங்கம் இன்னொரு சுரங்கம் இருக்கும். அந்த சுரங்கம் நேரம் மைசூர் பேலஸ் கட்டியில போக அண்டர் கிரவுண்ட். என்னென்ன ஸ்டோரிஸ் இருக்குல்ல இதுக்கு பின்னாடியே இருக்கும். எதுவும் தெரியாத நம்ம அங்கே போய் ஸ்தலம் எல்லாம் பார்த்து சுற்றி பார்த்து வந்தது. அவங்களும் விளக்குறதெல்லாம் பெரிய 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 ஆளு. அது எப்படி சொல்லறது, பெரிய பெரிய ஆளு, சர்வ சாதாரணமா இல்ல. நம்ம 10 பேர் சேர்ந்தாத ஒரு ஆள் அந்த டைம்ல அவ்வளோ ஸ்ட்ராங் ஆயிட்டு இருக்கு இல்ல. கல்லு அவங்க கல்லு தூக்கி கட்டடம் கட்டிக்கிறது பாறை. அப்ப முதல்ல அங்கே ஏதாவது கட்டடம் வச்சிருந்ததா? அதே கட்டடம் தான் அவங்க கட்டுனது. அது இந்த சாம்ராஜ்யம். அது 10 மவுண்ட் இருக்கு. அதுல நீங்க போனது ஃபர்ஸ்ட் மவுண்ட்டுக்கு தான் போயிருக்கிறீங்க. என்ட்ரன்ஸ். ஓகே, என்ட்ரன்ஸ்க்கு மட்டும் தான் போயிருக்கிறீங்க. ஆனா அதுக்கு பிறகு 10 மவுண்ட் இருக்கு. அதுக்கு வரைக்கும் 10 வரைக்கும் நம்ம போக முடியாது. ஃபர்ஸ்ட், செகண்ட், தேர்ட் அது தான். அந்த தேர்டில் போய் நின்னான்னா அங்கிருந்து பாராசூட்ல பறந்து வரலாம். பாராசூட்ல எடுத்துட்டு போய் இங்க இருந்து பறந்து வரும். அந்த மாதிரி ஹைட்ல அந்த மாதிரிலாம் இருந்தது. இந்த காட்டுல என்னென்ன மிருகம் எல்லாம் இருக்கு? இங்க இருக்கு, சிறுத்தை இருக்கு, புலி இருக்கு, கடுவு இருக்குல்ல, வரையன் இருக்கு, வராடு இருக்கு, முயல் இருக்குது. இல்லாதது இல்ல, காட்டு பன்னி இருக்கு, முள்ளாம்பண்ணி இருக்கு, காட்டு மாடு இருக்கு, காட்டு எருமை. மாடு இப்ப பார்த்தது வந்த மாடு நிறைய இருக்கு இல்லைங்க? நிறைய இருக்கு, நிறைய. யானை இருக்கா? யானை இருந்தது முன்னே, இப்போ இல்ல. ரொம்ப 7 வருஷத்துக்கு முன்னால இருந்துச்சு. அப்ப அது வந்தது நேரா போயிடுச்சு. இப்போ பல்லையார் கீழே இருக்கும். பல்லையார் கீழே தான் இருக்கும். ஆனா இப்ப வரும்போது இடையில பாத்துட்டு வந்தா 2 நாளைக்கு முன்னாடி அங்கெல்லாம் இல்ல. ஆனா உங்க பேரு கேட்கல. மோகன்தாஸ். மோகன்தாஸ். என்னோட பேரு நதி. அப்படிங்களா? சரி சரி சரி. சரி அண்ணா, ரொம்ப நன்றி. சரி, நன்றி.